ഇടുക്കി കട്ടപ്പനയിൽ നവജാത ശിശുവിനെയും മുത്തച്ഛനെയും കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയെന്ന കേസിൽ പോലീസ് പരിശോധനയും തെളിവെടുപ്പും തുടരുകയാണ്. മുത്തച്ഛൻ വിജയന്റെ മൃതദേഹം കുഴിച്ചുമൂടിയ കക്കാട്ടുകടയിലെ വീടിന്റെ തറ കുഴിച്ചാണ് പരിശോധന. ഉച്ചയ്ക്ക് ശേഷം നവജാത ശിശുവിന്റെ മൃതദേഹം കുഴിച്ചുമൂടിയ തൊഴുത്തും പരിശോധിക്കും. സന്ദീപ് രാജാക്കാട് വിശദാംശങ്ങളുമായി. സന്ദീപ്, പോലീസ് നൽകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? നികേഷ, ഇപ്പോഴും പരിശോധന തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. കക്കാട്ടുകടയിലെ വീട്ടിൽ ഇടുക്കി SP അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ ഫോറൻസിക് വിദഗ്ധരും സയന്റിഫിക് വിദഗ്ധരും അടക്കമുള്ള വലിയൊരു സംഘമാണ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വിജയനെ കൊലപ്പെടുത്തി കുഴിച്ചുമൂടി എന്ന് പറയപ്പെടുന്ന മുറിക്കുള്ളിലെ തറ കുഴിച്ചുള്ള പരിശോധനയാണ് ഇപ്പോഴും വിശദമായി തന്നെ തുടരുന്നത്. ഇവിടെ പരിശോധന പൂർത്തിയാക്കിയതിന് ശേഷമായിരിക്കും ഈ 2016 ഈ നവജാത ശിശുവിനെ കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയിട്ടുള്ള തൊഴുത്തിലെത്തി വീണ്ടും അവിടെയും തറ കുഴിച്ചുള്ള പരിശോധന പോലീസ് നടത്തുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും പോലീസ് വിശദമായി തന്നെ പരിശോധന ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വലിയ പോലീസ് സന്നാഹത്തോടു കൂടി ഇടുക്കി SP നേതൃത്വത്തിലുള്ള വലിയ പോലീസ് സന്നാഹമാണ് ഈ ഒരു പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്നത്. നാട്ടുകാരടക്കമുള്ളവരും ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു മോഷണക്കേസുമായി ബന്ധപ്പെട്ട് തുടങ്ങിയിട്ടുള്ള അന്വേഷണം ഏറ്റവും ഒടുവിൽ എത്തിയിരിക്കുന്നത് ക്രൂരമായ 2 കൊലപാതകങ്ങളിലേക്കാണ് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം. ഈ പോലീസ് ഏറ്റവും ആദ്യഘട്ടം എന്ന നിലയിലാണ് ആദ്യമായി ഈ വിജയന്റെ മൃതദേഹം കുഴിച്ചുമൂടി എന്ന് പറയപ്പെടുന്ന സ്ഥലത്തേക്ക് എത്തി ആ തറ കുഴിച്ചുള്ള പരിശോധന ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അധികം വൈകാതെ തന്നെ അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തുവാൻ സാധിക്കുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ആ ഒരു പരിശോധന അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പൂർത്തിയായതിനു ശേഷം മാത്രമായിരിക്കും ഈ കുട്ടിയുടെ പരിശോധന. കുട്ടിയുടെ മൃതദേഹം കുഴിച്ചുമൂടി എന്ന് പറയപ്പെടുന്ന സ്ഥലത്തെത്തി പരിശോധന നടത്തുക. കുട്ടിയെ 2016 കൊലപ്പെടുത്തി കുഴിച്ചുമൂടുന്നത്. അത് ഈ കേസുമായി ബന്ധപ്പെട്ട വിഷ്ണുവിൻ്റെ ഈ വിജയന്റെ മകൻ വിജയന്റെ മകളുടെ കുട്ടിയാണ്. അത് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് കുഞ്ഞുണ്ടായത് നാട്ടുകാർ അറിഞ്ഞാലുണ്ടാകുന്ന ഒരു മാനഹാനി ഭയന്നുകൊണ്ടാണ് കുട്ടിയെ കൊലപ്പെടുത്തിയത് 4 ദിവസം പ്രായമായപ്പോൾ എന്നാണ് മനസ്സിലാക്കുന്നത്. വിജയനെ തലയ്ക്ക് അടിച്ചാണ്, ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ചാണ് കൊലപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ആ ചുറ്റിക പോലീസ് ഇപ്പോൾ ഇവിടെ നിതീഷിനെ എത്തിച്ച് തെളിവെടുക്കുന്ന സമയത്ത് കണ്ടെത്തിയിട്ടുണ്ട്. അതിനുശേഷം അത്തരം വിശദമായ തെളിവെടുപ്പിന് ശേഷമാണ് ഇപ്പോൾ ശാസ്ത്രീയമായ പരിശോധനയൊക്കെ നടത്തി ഈ വീടിനുള്ളിൽ കുഴി എടുത്തുകൊണ്ടുള്ള സന്ദീപ് രാജാക്കാടാണ് വിശദാംശങ്ങൾ നൽകിയത്.